ഹലോ എവരി വൺ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓരോ മാസത്തെയും അറ്റൻഡൻസിൻ്റെയും ഫീസ് കളക്ഷൻ്റെയും ഒക്കെ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ റെക്കോർഡിക്കലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടിൻക്ക് ലിങ്കിൽ നിന്ന് വളരെ ഈസി ആയിക്കൊണ്ട് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മോർ എന്ന് പറയുന്ന ബോട്ടൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം അവിടെ നമുക്ക് താഴോട്ട് പോകുന്ന സമയത്ത് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ജൂൺ മാസത്തെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. എത്ര ആക്റ്റീവ് സ്റ്റുഡൻസ് ഉണ്ട്, എത്ര ബാച്ച് ജൂൺ ബാച്ചിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുള്ള ഫീസ് എത്രയാണ്, പെൻഡിങ് ഫീസ് ഉണ്ടോ, അറ്റൻഡൻസിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെയാണ്, ഓവറോൾ എത്ര വാട്സപ്പ് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമുക്ക് ജൂൺ മാസത്തിന് ഇപ്പോൾ ജൂലൈ നമ്മുടെ കഴിഞ്ഞ മാസത്തെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആരോ മാർക്ക് അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഓരോ മാസത്തെയും റിപ്പോർട്ട് നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം കഴിഞ്ഞ മാസത്താണ് ഈ കാണുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഏത് തരം റിപ്പോർട്ടാണ് വേണ്ടത് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റാണോ നമുക്ക് വേണ്ടതെങ്കിൽ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫീസ് കളക്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ജനറേഷനാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. അറ്റൻഡൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി മൂന്നും വേണമെന്നുണ്ടെങ്കിൽ മൂന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ജൂൺ മാസത്തെ ഫീസ് കളക്ഷൻ അതൊന്ന് നോക്കുകയാണ്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡൗൺലോഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, വളരെ ഈസി ആയിക്കൊണ്ട് ആ ഡൗൺലോഡ് പൂർത്തിയായി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു എക്സൽ ഷീറ്റാണ് കാണുന്നത്. അപ്പം അതിൽ ഈ ഫീൻ്റെ മന്ത് ഏത് മന്തിൽ ഏത് സമയത്താണ് എന്നുള്ളത്, ഏതൊക്കെ നെയിംസ് ആണെന്നുള്ളത്, അവരുടെ അഡ്മിഷൻ നമ്പർ എത്രയാണെന്നുള്ളത്, അതേപോലെ തന്നെ അവർ ഏത് ബാച്ച് ആണെന്നുള്ളത്, അവർ എത്ര എമൗണ്ട് അടച്ചു എന്നുള്ളത്, അവരുടെ ഒറിജിനൽ എമൗണ്ട് എത്രയാണെന്നുള്ളത്, അവർ അടച്ച എമൗണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്നുള്ള സാധനങ്ങൾ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് അവർ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത് എന്നത് വരെയുള്ള, അവർ ഏത് ദിവസമാണ് അടച്ചത് എന്നത് വരെയുള്ള ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലും അതേപോലെ തന്നെ അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിലും ഒക്കെ വളരെ ഒറ്റ ക്ലിക്കിൽ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഓരോ മന്തിൻ്റെയും ഇൻഫർമേഷൻസുകൾ അല്ലാതെ തന്നെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളവർക്ക് ഇത് ഓരോ മന്തിലും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് റിപ്പോർട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.